ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പെനിൻസുല പ്ലാറ്റ്യൂ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക്. പെനിൻസുല പ്ലാറ്റ്യൂ അത്യാവശ്യം വലിയ ടോപ്പിക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ JTPയുടെ മൈക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ റിസീവർ ഇല്ലാതെയാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ട് കാര്യമായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ വീഡിയോ, 4 മണിക്കൂറിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഏകദേശം 15 GB 15 സംതിങ് വരുന്നുണ്ട് വീഡിയോ വരുന്നത്. 15 സംതിങ് GB വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. കാരണം അത്രയ്ക്കും ലെങ്ത്തുള്ള വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. യൂട്യൂബിൽ നമുക്ക് 12 മണിക്കൂറോളം വീഡിയോ വരെ ചെയ്യാൻ പറ്റും. അതും കൂടി നമ്മൾ അന്വേഷിച്ചിരുന്നു. 12 മണിക്കൂറോളം വീഡിയോ ആണ് യൂട്യൂബിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത്രയും വലിയൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ആഗ്രഹമുണ്ട് ചെയ്യാനൊക്കെ. ഇപ്പം നമ്മൾ 4 മണിക്കൂർ വരെ എത്തിയിട്ടുണ്ട്. 4 അല്ലെങ്കിൽ 5 മണിക്കൂർ വരെയൊക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 12 മണിക്കൂർ ഉള്ള വീഡിയോ ആണ് ഏറ്റവും ലാസ്റ്റായിട്ട് നിൽക്കുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള പരിധി എന്ന് പറയുന്നത്. അതും നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് എന്തായാലും വീഡിയോ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ടൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കാം. കാരണം ഇപ്പോൾ ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലും റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ട് എന്തായാലും ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് ചെയ്യാൻ പറ്റില്ലത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് സഹകരിക്കുക. JTPയുടെ മൈക്ക് 2 മൈക്കും 1 റിസീവറുമാണ് വരുന്നത്. ഇപ്പോൾ റിസീവർ യൂസ് ചെയ്യാതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മളതിനും ഫസ്റ്റ് തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൈക്ക് കാറ്റ് വയർലെസ് മൈക്രോഫോണാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ റിസീവർ യൂസ് ചെയ്തിരുന്നു. ഈ 2 വീഡിയോസും സൗണ്ടിൽ ഡിഫറെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിലെ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. നോക്കാം. ദ കോസ്റ്റൽ പ്ലെയിൻസ് ദ സെൻട്രൽ പ്ലെയിൻസ് borders the plateau. The central plains borders the plateau. On the northwestern side, it is characterized by tidal marshes, drowned valleys, and estuaries, and in the south by lagoons, marshes, and beach ridges. Coastal plains on the eastern side are wider than those in the west. They are focused on large river deltas that serve as the centers of
Human settlement. The western coastal plains between the Western Ghats and the Arabian Sea is called the Konkan in Maharashtra, the Kanara Plain in Karnataka, and the Malabar Coast in Kerala. The foothill region east of the Ghats in Maharashtra is known as Desh, whereas the eastern foothills of central Karnataka is known as Malnad region. The Malnad portion is full of hills and thick forests. The largest city within the mountains is the city of Pune in the Desh region on the eastern edge of the range. The mountains intercept the rain bearing westerly monsoon winds, which cool as they are pushed upwards by the mountain slopes and release their moisture as rain. The dense forests also contribute to the precipitation of the area by acting as a substrate for condensation of moisturizing orographic winds from the sea and releasing much of the moisture back into the air via transpiration, allowing it to later condense and fall again as rain. The Malabar coast far south has a number of backwaters known locally as the Kayals. There are two well-known peninsulas, Kathiawar and Kutch on the west coast and an extensive plain of Gujarat. The Kathiawar Peninsula contains volcanic hills. The Kutch Peninsula of Gujarat was once an island with water on all sides. North of Kutch, there are two salt-soaked plains known as the Great and Little Rans. They remain underwater during the rainy season and are dry for the rest of the year. The eastern coastal strip is known as the Coromandel Coast or Payan Ghat in Andhra Pradesh and Tamil Nadu. The Coromandel Coast varies in width from 100 to 130 km and extends from the delta of the Godavari to Kanyakumari. The coastal tract of Orissa is known as the Utkal Plain. It is comparatively straight and contains sand dunes. There are two large lagoons in the east coast, the Pulicat to the north of Chennai and the Chilka to the south of Puri. About 1,500 km long between Kanyakumari and Surat. The west coast plains ranges in width between 10 and 25 km, except the Gulf of Mannar and the mouths of the Ganga. The continental shelves of the Bay of Bengal are narrower than that of the Arabian Sea, whereas the shelves of the coast of Maharashtra and Gujarat are quite extensive. The shallow half of the Gangal delta is primarily due to heavy deposition of sediments by the rivers. Adams Bridge, less than 4 m below sea level, was once the connecting link between India and Sri Lanka, but with the post-glacier rise of sea level, it is submerged underwater. Adams Bridge, less than 4 m below sea level, was once the connecting link between India and Sri Lanka, but with the post-glacier rise of sea level, it is submerged underwater. നമുക്കൊരു ടേബിൾ പറയാനാണ്. ടേബിൾ 3.5 ടേബിൾ 3.5
ഇത് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നതാണ്. കോസ്റ്റൽ പ്ലെയിൻസ് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ ഈ ഒരു ടേബിള്, പിന്നെ വരുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് പാരഗ്രാഫ്. ഇവിടെയാണ് ലാസ്റ്റ് ഭാഗം വരുന്നത്. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഈ ബുക്കിൻ്റെ ഒരു സ്റ്റൈല് ഈ ഒരു രീതിയിലായതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ടേബിൾ 3.5 കമ്പാരിസൺ ബിറ്റ്വീൻ ദ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്. വെസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റ് കോസ്റ്റ്. വെസ്റ്റ് കോസ്റ്റ് ബിറ്റ്വീൻ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഗഡ്സ്. ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗഡ്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ. സ്ട്രെച്ചസ് ഫ്രം റാൺ ഓഫ് കഞ്ച് ടു കന്യാകുമാരി. സ്ട്രെച്ചസ് ഫ്രം Sundarbans to Kanyakumari, comparatively narrow, comparatively broad. Divided into Gujarat coastal plain, Konkan coast and Malabar coast. Divided into Coromandel coast and North Sirkar coastal plains. Lagoons and estuaries are formed in the west coast. Deltas are formed in this coastal stretch. Highly influenced by the southwest monsoon, influenced by northeast monsoons. ടേബിൾ 3.5 കമ്പാരിസൺ ബിറ്റ്വീൻ ദ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ ദ കോസ്റ്റൽ പ്ലെയിൻസ് അവസാനിക്കുകയാണ് ടോപ്പിക്ക്. ഇനി ദ ഇന്ത്യൻ ഐലൻഡ്സാണ് നമുക്ക് പറയാനുള്ളത്. വലിയൊരു ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡിലെ ടോപ്പിക്ക് നോക്കാം. എന്താ കേരള ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയതിന് ശേഷം ദ ഇന്ത്യൻ ഐലൻഡ്സ് നോക്കാം. ദ കേരള ബാക്ക് വാട്ടേഴ്സ്. ദർ ആർ ചെയിൻ ഓഫ് brackish lagoons and lakes lying parallel to the Malabar coast of Kerala. Network includes 5 large lakes, including Ashtamudi and Vembanadu, linked by 1,500 km of canals, both man-made and natural, fed by 38 rivers and extending virtually the entire length of Kerala state. The backwaters were formed by action of waves and shore currents, creating low barrier islands across the mouths of the many rivers flowing down from the Western Ghats range. Vembanadu is the largest of the lakes, covering an area of 200 km square and bordered by Alappuzha, Kottayam and Ernakulam districts. The port of Cochin is located at the lake's outlet to the Arabian Sea. Alappai, Venice of the East, has a large network of canals that meander through the town. The Vallamgali snake boat race, held annually in August, is a major attraction. Ashtamudi Lake is located in Kollam district, and the town of Kollam, Kulon, lies at its outlet, connected by artificial canals. The backwaters form an economical means of transit, and a large local trade is carried on by islands. Navigation, fishing and fish carrying are an important industry. Kettuvallam, Kerala houseboats in the backwaters are one of the best tourist attractions in Kerala. Retrieved from http://en Wikipedia org/wiki/Kerala backwaters. Kettuvallam, Kerala houseboats in the backwaters are one of the best tourist attractions in Kerala. Retrieved from http://en Wikipedia org/wiki/Kerala backwaters. അപ്പോൾ കേരള ബാക്ക്വാട്ടേഴ്സ് നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം.
ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. നോക്കാം. ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ഹാവ് ടു മേജർ ഓഫ് ഷോർ ഐസ്ലാൻഡ് പൊസിഷൻസ്, ദ ലക്ഷദ്വീപ് ഐസ്ലാൻഡ്സ് and the Andaman and Nicobar Islands. Both these island groups are administered by the Union Government of India's Union Territories. The Lakshadweep Islands lie 200 to 300 km, 124-186 mi off the coast of Kerala and the Arabian Sea. It consists of 12 coral atolls, 3 coral reefs, and 5 banks. 10 of these islands are inhabited. The Andaman and Nicobar Island chain lies in the Bay of Bengal near the Myanmar coast. Indira Point, India's southernmost land point, is situated in the Nicobar Islands and lies just 189 km, 117 mi from the Indonesian island of Sumatra to the southeast. Significant islands just off the Indian coast include Diu, a former Portuguese exclave, Majuli, Asia's largest freshwater island, Salkate Island, India's most populous island on which Bombay City is located, Elephanta in Bombay Harbour, and Sriharikota Barrier Island in Andhra Pradesh. Lakshadweep is the smallest union territory of India. The total land area of territory is 32 km. There are numerous islets which are not counted in this number. The inhabited islands are Agatti, Emini, Androte, Bangaram, Bitra, Chetlat, Cadmat, Kalpani, Kavarati, Kiltan, and Minikoi. The main islands are Kavarati, where the capital city Kavarati is located, Agatti, Minikoi, and Emini. The total population of the territory was 16,595 according to the 2001 census. Agatti has an airport when there are direct flights from Kochi. The name of the archipelago literally means 100,000 islands. Laksha equal 100,000. Deep equal island. Until 1973, the Iceland group was known by the anglicized name Laccadives compared to Maldives. Sanskrit name Maladvipa. The people of the Iceland speak a dialect of Malayalam and almost all of them are Muslims. It is a folk belief that they are descendants of traders who were washed upon the islands during a particularly heavy storm. The Andaman and Nicobar Islands, unlike the Lakshadweep Cago Stain, are light volcanic islands arising from a submerged mountain chain that follows the southward extension of the continental shelf. Extensive fringing reef exist as well as a 320 km long barrier as well as
as well as a 320 km long barrier reef on the west coast. Much of the wildlife on this island is endemic, including 112 species of endemic birds. While poorly known scientifically, these reefs may prove to be the most diverse and best preserved in the Indian Ocean. The islands forming Great Andaman consist of a masses of hills enclosing very narrow valleys, the whole covered by dense tropical jungle. The hills rise to a considerable elevation, the chief heights being in the North Andaman, Saddle Peak 732 m, in the Middle Andaman, Mount Diavolo behind Cuthbert Bay 511 m. The South Andaman Koinobu 459 m. Mount Harriet 364 m, and the Cholenga range 324 m, and in Rutland Island Ford's Peak 433 m. Little Andaman is practically flat. There are no rivers and few perennial streams in the islands. The whole of the Andamans and the outlying islands were completely surveyed topographically by the Indian Survey Department under Colonel Hobday in 1883 to 1886, and the surrounding seas were charted by Commander Carpenter in 1888 to 1889. The Andaman Islands were a group of islands in the Bay of Bengal and are a part of the Andaman and Nicobar Islands Union Territory of India. Port Blair is a chief community on the islands and the administrative center of the Union Territory. The Andaman Islands and the Nicobar Islands form separate administrative districts within the Union Territory. The population of the Andamans was 314,239 in 2001. Andamans is the only place in India with an active volcano. The marine volcano Barren Island 114 km northeast of Port Blair 351 m high became active again in 1991 after being quiescent for almost 2 centuries. The isolated extinct volcano of Narcondam, rising 710 m out of the sea, is 140 km east of North Andaman. Plans are afoot to make volcano tourist popular. Also 64 km to the east is the invisible bank with one rock just awash, and 55 km southeast of Narcondam is a submarine hill rising to 689 m below the surface of the sea. Narcondam Barren Island and the Invisible Bank, a great danger of their seas, are in a line almost parallel to the Andamans, inclining towards them from north to south. There are 204 islands. There are located 950 km from the mouth of the Hooghly River, 193 km from Cape Nigarais in Myanmar,
the nearest point of the mainland, and 547 km from the northern extremity of Sumatra. The length of the island's chain is 354 km and its greatest width is 51 km. The total land area of the Andamans is 6,480 km square. The 5 chief islands over a distance of 251 km are known collectively as Great Andaman. These are from north to south: North Andaman, Middle Andaman, South Andaman, Baratan and Rutland Island. 4 narrow straits part these islands: Austin Strait between North and Middle Andaman, Humphreys Strait between Middle Andaman and Baratang, and the north extremity of South Andaman, Middle or Andaman Strait between Baratang and South Andaman, and the north extremity of South Andaman, Middle or Andaman Strait between Baratang and South Andaman, and McPherson Strait between South Andaman and Rutland Island. Of this, only the last is navigable by ocean-going vessels. Together with the chief islands are on the extreme north landfall islands separated by the navigable Clegg Passage, Interview Island separated by the navigable Interview Passage off the west coast of the Middle Andaman. The labyrinth islands of the southwest coast of the South Andaman, through which is the navigable Elphinstone Passage, Ridges or the Andaman Archipelago of the east coast of South Andaman, and Baratang Archipelago of the east coast of South Andaman and Baratang, separated by the wide and safe Diligent Strait and intersected by Kavantang Strait and the Tadma Juru Strait, Little Andaman, roughly 42 and 26 km, forms the southern extremity of the whole group and lies 50 km south of Rutland Island across the Mannar Strait, the main shipping route between the Andamans and the Chennai coast. Besides, these are great number of islets lying off the shores of the main islands. The principal outlying islands include the North Sentinel, a dangerous island of about 73 km square, lying about 29 km off the west coast of the South Andaman. About 29 km west of the Andamans are the dangerous western banks and Dalrymple Bank, rising to within a few fathoms of the surface of the sea and forming with the two Sentinel Islands the tops of a line of submarine hills parallel to the Andamans. The Nicobar Islands include 19 islands of various sizes, the largest being Great Nicobar. The total land area of the chain is 1,841 km square. 1,841 km square. The Nicobar Islands are part of a great island arc created by the collision of the Indo-Australian plate with Eurasia. The collision lifted the Himalaya and most of the Indonesian islands and created a long arc of highlands and
Islands, which includes the Arakan Yoma range of Myanmar, the Andaman and Nicobar Islands, and the islands of the west coast of Sumatra, including the Banyak Islands and Mentawai Islands. The highest point on the Nicobars is Mount Dulier at 642 m. The population of the islands was 42,026 in 2001. Roughly 65% indigenous Nicobaris and 35% migrants from India and Sri Lanka. The Nicobars are located southeast of the Indian subcontinent, separated by the Bay of Bengal. They are separated from the Andaman Islands to the north by the 150 km wide 10 degrees channel and are 189 km from the Indonesian island of Sumatra to the southeast. The Andaman and Nicobar Islands separate the Bay of Bengal from the Andaman Sea until the 2004 Indian Ocean earthquake. Indira Point, south of Great Nicobar, was the southernmost point in India. The islands cluster into three groups. The northern group includes Car Nicobar, 127 km square, and uninhabited Bati Malv, 2 km square. The central group includes Chobra, 80 km square, Tarasa, 101 km square, Pohat, 13.3 km square, Kachal, 174 km square, Camerota, 188 km square, Nancovri, 67 km square, Trinket, 86 km square, and the Isle of Man and Tilangong, 17 km square, are uninhabited. Tilangong is a wildlife sanctuary. The southern group includes Great Nicobar, 1045 km square, Little Nicobar, 157 km square, Coundal, 4 km square, Pulomelo, 1 km square, and the islets of Merori, Track, Trace, Menkal, Cubra, Pigeon Land, Megapod are uninhabited. Megapod is a wildlife sanctuary. Administratively, the islands are part of the Andaman and Nicobar Islands, a unit territory of India. The capital of the Andaman and Nicobar Islands territory is Port Blair on South Andaman. The Union Territory is divided into 2 districts, Andaman and Nicobar. The Indian government presently forbids non-Indians from visiting the Nicobar Islands. Diu is an island lying off the south coast of Gujarat's Kathiawar Peninsula, separated from the mainland by a tidal creek. It has an area of 40 km square and a population of 44,110. 2001 census. The town of Diu lies at the eastern end of the island and is famous for its fortresses,
fortresses and old Portuguese cathedral. It is also a fishing town. The Indian Air Force has an air base here. The village of Gogla, which lies on the mainland opposite the eastern end of the island, is also part of the Union Territory. In 1535, Bahadur Shah, the Sultan of Gujarat, concluded a defensive alliance with the Portuguese against the Mughal Emperor Humayun, and allowed the Portuguese to construct a fortresses and maintain a garrison on the island. The alliance quickly unraveled and attempts by the sultans to oust the Portuguese from Diu between 1537 and 1546 failed. The fortresses reconstructed by Dom Jo de Castro after the siege of 1545 still stands. The islands was occupied by the Indian military on 19 December 1961. It is considered one of the most beautiful tourist locations in India. Famous destinations include the nearby Nagua Beach, one of the finest beaches in the country. The old fort, the church and the museum have a strong Portuguese taste. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ആണ്. ജസ്റ്റ് ഒന്നും കൂടി ഈ ടോപ്പിക് ഒന്ന് വീഡിയോയിൽ കാണിക്കുകയാണ്. വലിയൊരു ടോപ്പിക്കാണ്, നമുക്കിത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ ഉണ്ട്. കാരണം ഇത് വലിയ ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കണമെന്ന് നമുക്ക് പറയാനാവുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. കാരണം അടുത്ത ഭാഗത്ത് മാപ്പ് വരുന്നുണ്ട് ഇന്ത്യയുടെ. ഇവിടെ കുറച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഡബിൾ രീതിയിൽ വന്നേക്കാണ് പ്രിൻറ്റിങ്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം. എന്നാലും പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എക്സ്പ്ലനേഷൻ കുറവാണ്, അതൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇത് കുറേ പ്രാവശ്യം പറയേണ്ടതായിട്ടുണ്ട്, ടൈമില്ല. ഇനി നമുക്ക് ഒരു ടോപ്പിക്ക് കൂടി നോക്കാനുണ്ട് സൈഡിൽ, ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അത് നോക്കാം. ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ. 1. Andaman Islands. 2. Diu. 3. Lakshadweep. 4. Majuli. 5. Nicobar Islands. 6. Sriharikota. 7. Garapuri Island. Elephanta Caves. 7. Garapuri Island, Elephanta Caves. 8. Butcher Island, Mumbai. 9. Salsette Island. 10. Oyster Rock. 11. Middle Ground. 12. Crosses Island. 13. Diwar Goa. 14. Vashi Goa. 15. Kyorai Goa. 15. Kyorai Goa. ഒരിക്കൽ കൂടി പറയണേ, ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ. 1. Andaman Islands. 2. Diu. 3. Lakshadweep. 4. Majuli. 5. Nicobar Islands. 6. Sriharikota. 6. Sriharikota. 7.
Garapuri Island, Elephanta Caves. 8 Butcher Island, Mumbai. 9 Salsette Island. 10 Oyster Rock. 11 Middle Ground. 12 Crosses Island. 13 Diwar Goa. 14 Vashi Goa. 15 Kyorai Goa. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഐസ്ലൻഡ്സ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. സൈഫോഗ്രാഫിക് സബ് യൂണിറ്റ്സ്. അടുത്ത പറയാനുള്ളത് ഫിസിയോഗ്രാഫിക് സബ് യൂണിറ്റ്സ്. Different scholars identify physiographic units in different ways. These units provide as a base for making balanced and through study of physiography, climate, vegetation, soil, agriculture, industry, population, etc. However, there are many popular approaches of classification of India. ഫിസിയോഗ്രാഫിക് സബ് യൂണിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് റീജിയണൽ മൈക്രോ യൂണിറ്റ്സ്. India is divided into following regions based on first approach. 1. The mountains of the Himalayas. 2. The Great Plains. 3. The Central Highlands. 4. The Deccan or Peninsular Plateau. 5. The Coastal Plains. 6. The Great Indian Desert, a geographical feature known as the Thar Desert in Pakistan and the Rann of Kutch. And 7. The islands in the Arabian Sea and the Bay of Bengal. Some analysts also include the valley of the Brahmaputra in Assam and the northeastern hills ranges surrounding the Assam Valley as a separate subunit. These subunits are further subdivided into micro units as follows. Some analysts also include the valley of the Brahmaputra in Assam and the northeastern ranges surrounding the Assam Valley as a separate subunit. The subunits as further subdivided into micro units as follows. A. The Himalayan Mountains. 1. Western Himalayas. 2. Eastern Himalayas. 3. Northeastern Himalayas. B. The Great Plains. 4. Northern Plains. 5. Eastern Plains. 6. Assam Plains. C. Thar Desert. 7. Thar Desert. D. Central Highlands. 8. North Central Highlands. 9. South Central Highlands. E. The Peninsular Plateaus. 10. North Deccan. 11. South Deccan. 12. Eastern Plateaus. 13. Western Hills Ghats. 14. Eastern Hills Ghats. F. Coastal Plains. 15. West Coastal Plains. 16. East Coastal Plains. G. Islands. 17. Lakshadweep. 18. Andaman and Nicobar Islands. ഇനി ഈ മാപ്പ് നോക്കാം. 1. Western Himalayas. 1. Western Himalayas. 2. Eastern Himalayas. 3. Northeastern Himalayas. 4. Northern Plains. 5. Eastern Plains.
6 Assam Plains, 7 Thar Desert, 8 North Central Highlands, 9 South Central Highlands, 10 North Deccan, 10 North Deccan, 10 North Deccan, 11 South Deccan, 12 Eastern Plateaus, 13 Western Hills Ghats, 14 Eastern Hills Ghats, 15 West Coastal Plains, 16 East Coastal Plains, 16 East Coastal Plains, 17 Lakshadweep, 18 Andaman Nicobar Islands, 18 Andaman Nicobar Islands. ഒരിക്കൽ കൂടി പറയാം. 1 Western Himalayas, 2 Eastern Himalayas, 3 Northeastern Himalayas, 4 Northern Plains, 5 Eastern Plains, 6 Assam Plains, 7 Thar Desert, 8 North Central Highlands, 9 South Central Highlands, 10 North Deccan, 11 South Deccan, 12 Eastern Plateaus, 13 Western Hills Ghats, 14 Eastern Hills Ghats, 15 West Coastal Plains, 16 East Coastal Plains, 17 Lakshadweep, 18 Andaman Nicobar Islands. ഇനി ഈ മാപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ജിയോമോർഫോളജിക്കൽ സബ്ഡിവിഷൻസ്. ദ നാഷണൽ അറ്റ്ലസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കൊൽക്കത്ത ഹാസ് divided India into 7 main divisions, 20 subdivisions and provinces based on their geomorphical characteristics as given in the table 3.6. Socio-economic regionalization, socio-economic regionalization,
socio-economic regionalization. As per another approach, India is divided into primary, secondary, and tertiary regions, employing three main criteria. 1. The present natural and cultural landscape. 2. Level of socio-economic development. And 3. Administrative cohesion. The country is divided into 4 primary, 9 secondary, 38 tertiary regions as given in the table 3.7. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. സോഷ്യോ ഇക്കണോമിക് റീജിയണലൈസേഷൻ. As per another approach, India is divided into primary, secondary, and tertiary regions, employing three main criteria. As per another approach, India is divided into primary, secondary, and tertiary regions, employing three main criteria. 1. The present natural and cultural landscape. 2. Level of socio-economic development. And 3. Administrative cohesion. The country is divided into 4 primary, 9 secondary, 38 tertiary regions as given in the table 3.7. അപ്പം നമ്മൾ പറഞ്ഞ സോഷ്യോ ഇക്കണോമിക് റീജിയണലൈസേഷനാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ടേബിൾ 3.6 ജിയോമോർഫോളജിക്കൽ സബ്ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. ജിയോമോർഫോളജിക്കൽ subdivision of India. Division subdivision provinces. A. Northern mountains. 1. Western Himalayas. 1. North Kashmir Himalayas. 2. South Kashmir Himalayas. 3. Punjab Himalayas. 4. Kumaon Himalayas. 2. Central Himalayas. 1. Nepal West Himalayas. 2. Nepal East Himalayas. 3. Eastern Himalayas. 1. Eastern Himalayas West. 2. Eastern Himalayas East. 4. Northeastern Himalayas. 1. Parvanchal. 2. Meghalaya. 3. Assam Valley. B. Central Plains. 5. Western Plains. 1. Marusdali. 6. Northern Plains. 2. Rajasthan Bagar. 1. Ganga, Yamuna, Doab and Indus Satluj Plains. 2. Rohilkhand Plains. 2. Rohilkhand Plains. 3. Awadh Plains. 7. Eastern Plains. 1. North Bihar Plains. 2. South Bihar Plains. 3. Bengal Basin. 4. North Bengal Plains. C. Central Highlands. 8. North Central. 1. Aravalli Range. 2. East Rajasthan Uplands. 3. Madhya Bharat Plains. 4. Budelkhand Uplands. 9. South Central Highlands. 1. Malwa Plateau. 2. Vindhyan Range. 3. Narmada Valley. 4. Vindhyan Scrapland. D. Peninsular Plateaus. 10. North Deccan. 1. Satpura Range. 2. Maharashtra Plateau. 11. South Deccan. 1. Karnataka Plateau. 2. Telangana Plateau. 12. Eastern Plateaus. 1. Budelkhand Plateau. 2. Chota Nagpur Plateau. 3. Mahanadi Basin. 4. Gujarat Basin. 5. Dandakaranya. 5. Dandakaranya. D. Peninsular Plateaus. 10. North Deccan. 1. Satpura Range. 2. Maharashtra Plateau. 11. South Deccan. 1. Karnataka Plateau. 2. Telangana Plateau. 12. Eastern Plateaus. 1. Budelkhand Plateau. 2. Chota Nagpur Plateau. 3. Mahanadi Basin. 4. Gujarat Basin. 5. Dandakaranya. 13. Western Hills. 1. Northern Sahyadri. 2. Central Sahyadri. 3. Nilagiri Hills. 4. South Sahyadri.
14 eastern hills, 1 eastern Ghats north, 2 eastern Ghats south, 3 Tamil Nadu uplands. ഈ പെനിൻസുലർ പ്ലാറ്റ്യൂസ് പറഞ്ഞതിൽ 12 ഈസ്റ്റേൺ പ്ലാറ്റ്യൂസ്, 1 ബുദേൽഖണ്ഡ് പ്ലാറ്റ്യൂ, 2 ഇത് ഞാൻ ഛോട്ടാ നാഗ്പൂർ എന്നാണ് വായിച്ചേക്കുന്നത്. എന്തായാലും നമ്മളിത് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഈ ഒരു വേർഡ്സ് 2 ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് വെസ്റ്റ് കോസ്റ്റ്, 15 വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ്, 1 കച്ച് പെനിൻസുല, 2 കത്തിയവാർ പെനിൻസുല, 3 ഗുജറാത്ത് പ്ലെയിൻസ്, 4 കൊങ്കൺ കോസ്റ്റ്, 5 കർണാടക കോസ്റ്റ്, 6 കേരള കോസ്റ്റ്. ബാലൻസ് ഭാഗമാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ. ടേബിൾ 3.6 ജിയോ മോർഫോളജിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ, ബാലൻസ്, ഡിവിഷൻ, സബ് ഡിവിഷൻ, പ്രൊവിൻസസ്. നേരത്തെ പറഞ്ഞത് ഒരു ഇതും കൂടി ഇവിടെ വരുന്നുണ്ട്, ഒരു വേർഡ്സ് 16 വെസ്റ്റേൺ കോണ്ടിനെൻ്റൽ ഷെൽഫ്. ഒരിക്കൽ കൂടി പറയാം നേരത്തെ ഭാഗം. ഈ വെസ്റ്റ് കോസ്റ്റ് 15 വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ്, 1 കച്ച് പെനിൻസുല, 2 കത്തിയവാർ പെനിൻസുല, 3 ഗുജറാത്ത് പ്ലെയിൻസ്, 4 കൊങ്കൺ കോസ്റ്റ്, 5 കർണാടക കോസ്റ്റ്, 6 കേരള കോസ്റ്റ്. 16 വെസ്റ്റേൺ കോണ്ടിനെൻ്റൽ ഷെൽഫ്, എഫ് ഈസ്റ്റ് കോസ്റ്റ്, 17 ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, 1 ഉട്കാൽ പ്ലെയിൻസ്, 2 ആന്ധ്ര പ്ലെയിൻസ്, 3 തമിഴ്നാടു പ്ലെയിൻസ്. എഫ് ഈസ്റ്റ് കോസ്റ്റ്, 17 ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, 18 ഈസ്റ്റേൺ കോണ്ടിനെൻ്റൽ ഷെൽഫ്, 1 ഉട്കാൽ പ്ലെയിൻസ്, 2 ആന്ധ്ര പ്ലെയിൻസ്, 3 തമിഴ്നാടു പ്ലെയിൻസ്. ജി ഐസ്ലാൻഡ്സ്, 19 അറേബ്യൻ സീ ഐസ്ലാൻഡ്സ്, 20 ബേ ഓഫ് ബംഗാൾ ഐസ്ലാൻഡ്സ്, 1 കോറൽ ഐസ്ലാൻഡ്സ്, 2 elevated parts of submarine mountains, 3 a few volcanic cones. G islands, 19 Arabian Sea islands, 20 Bay of Bengal islands, 1 coral islands, 2 elevated parts of submarine mountains, 3 a few volcanic cones. Table 3.6 ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഭാഗം ഇതൊരിക്കൽ കൂടി ഞാൻ പറയാണ്. ഇത് കുറേ ഭാഗത്ത് വരുന്നുണ്ട് ഈ ഒരു വേർഡ്. നമ്മൾ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്നാണ് വായിച്ചു പോയേക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണത്. CHHOTANAGPUR. ഇനി ഇത് പുതിയൊരു വേർഡാണോന്ന് അറിയില്ല. പ്രിൻറ്റിങ് എറർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോയേക്കുന്നത്. എന്തായാലും തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ചെറിയൊരു മിസ്റ്റേക്കാണെങ്കിൽ പോലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. CCT എന്നുള്ളൊരു പ്രാധാന്യം ഉണ്ടല്ലോ. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം. അതൊക്കെ ദയവേത് ക്ഷമിക്കുക. ചില വേർഡ്സിലൊക്കെ വെറുതെ തെറ്റിപ്പോവും. ചില നിസ്സാരമായിട്ടുള്ള വേർഡ്സുകളാണെങ്കിൽ പോലും നമുക്ക് തെറ്റു പറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്താലൊക്കെ മനസ്സിലാവും. അപ്പോൾ അത് പ്രത്യേകം പറയാണ്. അപ്പോൾ ടേബിൾ 3.6 ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അടുത്ത ടോപ്പിക്ക് നോക്കാം. ടേബിൾ 3.7 ഡിവിഷൻ ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് റീജിയൻസ്. Table 3.7 divisions of India based on different regions. Primary regions, secondary regions, territory regions. Primary regions, secondary regions, territory regions. 1. A. The Himalayas. 1. Western Himalayas. 1. Jammu and Kashmir. 2. Himachal Pradesh. 3. Uttarakhand. 2. Eastern Himalayas. 1. Tista Basin. 2.
Pradesh, 3 Nagaland, 4 Manipur, 5 Mizoram, 6 Tripura, 7 Meghalaya, 8 Assam Valley. B. The Northern Plains, 3 Ganga Plains, 1 Upper Ganga Plains, 2 Middle Ganga Plains, 3 Lower Ganga Plains, 4 Trans Ganga Plains, 1 Punjab and Chandigarh, 2 Haryana and Delhi, 3 Rajasthan Desert. C. The Peninsula, 5 Central Highlands and Plateaus, 1 Aravallis and the Rajasthan Upland, 2 Budelkhand, 3 Northern Madhya Pradesh Upland, 4 Central Madhya Pradesh Plateau, 5 Southern Madhya Pradesh Upland, 6 Chota Nagpur Plateau, 6 Deccan Plateaus, 1 Maharashtra Plateau, 2 Andhra Plateau, 3 Karnataka Plateau. D. The coasts and the islands, 7 Western Coastal Lowlands, 1 Gujarat, Daman and Diu and the islands, Dadra and Nagar Haveli, 2 Maharashtra Konga, 3 Goa, 4 Karnataka coast, 5 Kerala. 8 Eastern Coastal Plains, 1 Orissa coast, 2 Andhra coast, 3 Tamil Nadu coast and Puducherry, 9 the islands, 1 Lakshadweep, 2 Andaman and Nicobar Islands. D. The coasts and the islands, 7 Western Coastal Lowlands, 1 Gujarat, Daman and Diu and the islands, Dadra and Nagar Haveli, 2 Maharashtra Konga, 3 Goa, 4 Karnataka coast, 5 Kerala. 8 Eastern Coastal Plains, 1 Orissa coast, 2 Andhra coast, 3 Tamil Nadu coast and Puducherry, 9 the islands, 1 Lakshadweep, 2 Andaman and Nicobar Islands. Table 3.7 division of India based on different regions ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ദ ഡ്രൈനേജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. The drainage systems of India. The country's rivers are classified as Himalayan, peninsular, coastal and inland drainage basin rivers. Himalayan rivers are snow-fed and maintain a high to medium rate of flow throughout the year. The heavy annual average rainfall levels in the Himalayan catchment areas further add to their rates of flow. During the monsoon months of June to September, the catchment areas are prone to flooding. The volume of the rain-fed peninsular rivers also increases. Coastal streams, especially in the west, are short and episodic. Rivers of the island system, centered in western Rajasthan state, are few and frequently disappear in years of scant rainfall. The majority of the India's rivers flow through broad, shallow valleys and drain into the Bay of Bengal. The rivers of India are broadly classified on basis of 1 drainage into the sea, 2 river basin area and 3 the origin of the river. The country's rivers are classified as Himalayan, peninsular, coastal and inland drainage basin rivers. Himalayan rivers are snow-fed and maintain a high to medium rate of flow throughout the year. The heavy annual average rainfall levels in the Himalayan catchment areas further add to their rates of flow. During the monsoon months of June to September, the catchment areas are prone to flooding. The volume of the rain-fed peninsular rivers also increases. Coastal streams, especially in the west, are short and episodic. Rivers of the inland system, centered in western Rajasthan state, are few and frequently disappear in years of scant rainfall. The majority of the India's rivers flow through broad,
shallow valleys and drain into the Bay of Bengal. The rivers of India are broadly classified on basis of 1. Drainage into the sea, 2. River basin area, and 3. The origin of the river. A. On the basis of drainage into the sea. A. On the basis of drainage into the sea. The Bay of Bengal and the Arabian Sea drainage systems are separated along a distinct divide which lies approximately along the crest of the Sahyadris. Amarkantank and the Aravallis and Gangar-Yamuna divide. The Bay of Bengal and the Arabian Sea drainage systems are separated along a distinct divide which lies approximately along the crest of the Sahyadris. Amarkantak and the Aravallis and Gangar-Yamuna divide. Over 90% of India's land surface drains into the Bay of Bengal and river from almost the entire remaining area flow into the Arabian Sea. The Ganga, Brahmaputra, Mahanadi, Godavari, Krishna and Kaveri are the major river systems draining into the Bay of Bengal, and the major river systems flowing into the Arabian Sea include the Indus, Sabarmati, Narmada, Tapti and rivers of the west coast further south. B. On the basis of river basins area. B. On the basis of river basins area. The rivers of India are classified under 3 heads. 1. Major rivers having a catchment area of over 20,000 km square. There are 14 such rivers: Indus, Ganga, Brahmaputra, Sabarmati, Narmada, Tapti, Sabarnarega, Brahmani, Mahanadi, Godavari, Krishna, Pennar and Kaveri. 2. Medium rivers having a catchment area of 2,000 to 20,000 km square. All of the medium river basins carry only 8% of the total flow of all the rivers in the country. They play an important part in the irrigation and power development of their basins. The grouping includes the west flowing rivers of Gujarat, rivers of the Sahyadris, south of the Tapti in Maharashtra, Goa, Karnataka and Kerala, the fast flowing rivers of Orissa, Andhra Pradesh and Tamil Nadu, and rivers of the northeastern states. 3. Minor rivers having a catchment area of less than 2,000 km square. C. On the basis of the origin. River systems of India are divided into rivers with their sources in the Himalayas and the others originating in the hills uplands of the peninsula. To a certain extent, the contrast between the rivers flowing from Himalayas and those in the peninsula is a result of differences in the topography and climate of these two regions. The major Himalayan rivers are those of the Indus, Ganga and Brahmaputra, whereas Godavari, Krishna, Mahanadi, Kaveri, Narmada and Tapti form the major river systems of the peninsula. The Himalayan rivers are perennial snow-fed rivers. During rainy season, they are generally flooded. The Himalayan rivers are younger than the Deccan system and carry 70% of the total discharge of river water into the sea. The peninsular or Deccan rivers are seasonal rivers as their flow mainly depends on rainfall. They carry about 30% of total discharge of Indian rivers. They carry about 30% of total discharge of Indian rivers. A detailed study of this system of classification is given in the table 3.8. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ ഡ്രെയിനേജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ
ഇവിടെ ഇത്തിരി പ്രിൻറ്റിങ് ഒക്കെ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്, അതൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ടേബിൾ 3.8 ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സ്. ടേബിൾ 3.8 ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സ്. ഫീച്ചേഴ്സ് ഹിമാലയൻ റിവർ, പെനിൻസുലർ റിവർ. ഫീച്ചേഴ്സ് Himalayan river, peninsular river. Catchment area, very large basins covering areas of millions of square kilometer. Indus river has a drainage area of about 117,844 km square in India. Ganga catchment area is 950 km square and Brahmaputra covers 340 km square catchment area. Small basins, largest catchment area is of Godavari, about 313 km square. Erosion, rivers are young and slopes are steep, therefore the erosion is intense. They carry large amounts of sediments which result in larger fertile plains. Low erosive powers, as rivers do not flow over steep slopes, so have low erosive power. ടേബിൾ 3.8 ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സിൻ്റെ ബാലൻസ് ഭാഗമാണ് അടുത്തായിട്ട് പറയുന്നത്. ഫീച്ചേഴ്സ് ഹിമാലയൻ റിവർ, പെനിൻസുലർ റിവർ. Valleys, gorges. Deep valleys and gorges in the Himalayas due to intensive erosion. Indus has deepest gorge when it crosses Himalayas at Naga Parbat, 5,180 m. Deep valleys and gorges in the Himalayas due to intensive erosion. Indus has deepest gorge when it crosses Himalayas at Nanga Parbat, 1,580 m. Shallow graded valleys with little erosion due to low erosive power and hard nature of surface. Nature of flow, perennial as dependent on rainfall as well as snow melt. Seasonal dependent on rainfall alone, get flooded during rainy seasons but become dry during summers and winter season. Nature of course, meandering course and shifting beds. Serpentine course in the Great Plains. Formation of rapids and waterfalls is common in mountainous courses and meanders in the plains, thus changing their courses frequently. Meandering course and shifting beds. Serpentine course in the Great Plains. Formation of rapids and waterfalls is common in mountainous courses and meanders in the plains, thus changing their courses frequently. Straight and linear course. Other aspects: V-shaped valleys, high waterfalls and huge delta. Shallow valleys, small waterfalls, delta and estuaries. Shallow valleys, small waterfalls, delta and estuaries. Table 3.8 features of Himalayan and peninsular rivers. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. അപ്പോൾ ടേബിൾ 3.8 ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഹിമാലയൻ സിസ്റ്റം നോക്കാം. ഹിമാലയൻ സിസ്റ്റം. The Himalaya houses a vast reservoir of moisture both in the form of ice, fresh water and underground water. The rivers draining the Himalayas sustain life in the northern part of the Indian subcontinent.
The drainage system of Himalayas is very complex. It is composed both of rivers and glaciers. Himalayan rivers crisis crosses the entire mountain chain. In fact, a number of rivers are older than the mountain system. They have cut across the various mountain ranges. The Himalayan range encompasses a very large number of glaciers also. The higher regions of the Himalayas are snowbound throughout the year in spite of their proximity to the tropics, and they form the sources for several large perennial rivers, most of which combine into three large river systems. A. The Indus system. The western rivers combine into the Indus basin, of which the Indus River is the largest. The Indus begins in Tibet at the confluence of Senage and Gar rivers are flows southwest through Pakistan to the Arabian Sea. It is fed by the Chalam, the Chenab, the Ravi, the Beas and the Satluj rivers, among others. It is one of the largest river basins of the world, comprising 5 main tributaries, namely the Chalam, the Chenab, the Ravi, the Beas and the Satluj. The Indus originates in Tibet at an altitude of 5,180 m near Mansasarovar Lake. It runs northwestward and after cutting the Himalayan range enters India near Bangkok in Bamchok in Jammu and Kashmir. Near Bamchok in Jammu and Kashmir, after flowing through Ladakh, Baltistan and Gilgit, it enters Pakistan near Chilas in the Dardistan region. The Indus flows in India through Jammu and Kashmir only. It drains an area of 1,17,844 km square. The average annual flow is 1,10,450 km square. The catchment area of the Indus is 165,30 km square. Of this, 3,21,290 km square lies in India, which is 20% of the total. The Indus originates in Tibet at an altitude of 5,180 m near Manasarovar Lake. It runs northwestward and after cutting the Himalayan range enters India near Bangkok in Jammu and Kashmir. After flowing through Ladakh, Baltistan and Gilgit, it enters Pakistan near Chilas in the Dardistan region. The Indus flows in India through Jammu and Kashmir only. It drains an area of 1,17,844 km square. The average annual flow is 1,10,450 km square. The catchment area of the Indus is 165,30 km square. Of this, 3,21,290 km square lies in India, which is 20% of the total. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ ഇൻഡസ് സിസ്റ്റമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നമ്പർ പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. അടുത്തത് ബി ദ ഗംഗ റിവർ സിസ്റ്റം. It is India's largest, includes approximately 25% of the nation's area. It is bounded by the Himalayas in the north and the Vindhya range to the south. It is India's largest, includes approximately 25% of the nation's area. It is bounded by the Himalayas in the north and the Vindhya range to the south. Most of the other Himalayan rivers drain the Ganga-Brahmaputra basin. Its two main rivers are the Gangas and the Brahmaputra.
One, the Ganga has its source in the glaciers of the Greater Himalayas that form the frontier between India and Tibet in northwestern Uttaranchal. Many Indians believe that the legendary source of the Ganga and several other important Asian rivers lies in the sacred Mappam Yamko Lake. Sacred Mappam Yamko Lake, known to the Indians as Manasa Sarovar Lake, of western Tibet, located approximately 75 km northeast of India, China, Nepal trip point. However, the Ganga originates as the Bhagirathi from the Gangotri glacier and flows southeast through the plains of northern India, fed by the Alakananda and the Yamuna, among other tributaries, in the northern part of the Ganga river basin. Practically all the tributaries of the Ganga are perennial streams. However, in the southern part, located in the states of Rajasthan and Madhya Pradesh, many of the tributaries are not perennial. See the Brahmaputra river system. It has the greatest volume of water of all the rivers in India. Because of heavy annual rainfall levels in its catchment basin, it originates as the Tasangpo in western Tibet and flows east through Tibet and west through the plains of Assam. At Dibrugarh, the annual rainfall averages 2,800 mm, and at Shillong it averages 2,430 mm. Rising in Tibet, the Brahmaputra flows south into Arunachal Pradesh after breaking through the Great Himalayan range and dropping rapidly in elevation. It continues to fall through gorges impassable by man in Arunachal Pradesh until finally entering the Assam Valley, where it meanders westward on its way to joining the Ganga in Bangladesh. The great bend of the Brahmaputra river is of significant importance. The river flows east rapidly downhill through Tibet, turns around 180 degrees and heads west through the large flood plains of Assam. The Ganga and the Brahmaputra meet in Bangladesh and drain into the Bay of Bengal through the world's largest river delta. The easternmost Himalayan rivers feed the Irrawaddy, which originates in eastern Tibet and flows south through Myanmar to drain into the Andaman Sea. The Salween, the Mekong, the Yangtze, and the Huangho Yellow River all originate from parts of the Tibetan plateau that are geologically distinct from the Himalaya mountains and are therefore not considered true Himalayan rivers. Some geologists refer to all the rivers collectively as the circum-Himalayan rivers. See the Brahmaputra river system. It has the greatest volume of water of all the rivers in India because of heavy annual rainfall levels in its catchment basin. It originates as the Tasangpo in western Tibet and flows east through Tibet and west through the plains of Assam. At Dibrugarh, the annual rainfall averages 2,800 mm, and at Shillong it averages 2,430
430 mm. Rising in Tibet, the Brahmaputra flows south into Arunachal Pradesh after breaking through the Great Himalayan Range and dropping rapidly in elevation. The Brahmaputra flows south into Arunachal Pradesh after breaking through the Great Himalayan Range and dropping rapidly in elevation. It continues to fall through gorges impassable by man in Arunachal Pradesh until finally entering the Assam Valley, where it meanders westward on its way to joining the Ganga in Bangladesh. The great bend of the Brahmaputra river is of significant importance. The river flows east rapidly downhill through Tibet, turns around 180 degree and heads west through the large flood plains of Assam. The Ganga and the Brahmaputra meet in Bangladesh and drain into the Bay of Bengal through the world's largest river delta. The easternmost Himalayan rivers feed the Irrawaddy, which originates in eastern Tibet and flows south through Myanmar to drain into the Andaman Sea. The Salween, the Mekong, the Yangtze, and the Huangho Yellow River all originate from parts of the Tibetan plateau that are geologically distinct from the Himalaya mountains and are therefore not considered true Himalayan rivers. Some geologists refer to all the rivers collectively as the circumhimalayan rivers. See the Brahmaputra river system നമ്മൾ പറഞ്ഞത് ഹിമാലയൻ സിസ്റ്റത്തിൽ see the Brahmaputra river system. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ദയവേത് ക്ഷമിക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ടേബിൾ 3.9 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഓഫ് ഇന്ത്യ. 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 റിവർ ഗ്രൂപ്പ്സ്, ഒറിജിൻ ആൻഡ് ക്യാരക്ടർ. റിവർ സിസ്റ്റംസ്, ട്രിബ്യൂട്ടറീസ്, ബേസിൻ, റിമാർക്സ്. River groups, origin and character. River systems, tributaries, basin, remarks. Himalayan rivers. Indus 2900 km. Within Indian territory are the Satluj, originating in Tibet, the Beas, the Ravi, the Chenab and the Chala. The area of the drainage basin of the Indus is of the order of 9,17,000 km square, making it the 12th largest among the rivers of the world. Its deltaic area is 13,000 km square, ranking it 7th in the world. The area of the drainage basin of the Indus is of the order. The area of the drainage basin of the Indus is of the order of 9,17,000 km square, making it the 12th largest among the rivers of the world. Its deltaic area is 13,000 km square, ranking it 7th in the world. One of the great rivers of world rises near Manasa Sarovar in Tibet and flows west and northwest through India and thereafter southwest through Pakistan and finally falls in the Arabian Sea near Karachi. Table 3.9 important rivers in India balance ആണ് വരുന്നത്. River groups, origin and character. River systems, tributaries, basin, remarks. River groups, origin and character. River systems, tributaries, basin, remarks. Ganga Brahmaputra Meghna or GBM system. Ganga Brahmaputra Meghna or GBM system. Ganga 2,640 km. The Yamuna, the Ramgana, the Ramgana, the Gagra, the Gendak,
Gandak, the Kosi, the Mahananda and the Son. Rivers Chambal and Betuva are the important sub-tributaries which join Yamuna before it meets the Ganga. Before it meets the Ganga, the Padma and the Brahmaputra join inside Bangladesh and continue to flow as the Padma or Ganga. The basin has a population of more than 500 million, making it the most populated river basin in the world. The Ganga basin is a part of the composite GBM basin, which drains an area of 108630 km square. Its catchment lies in the states of Uttar Pradesh, 294,364 km square. Madhya Pradesh, 198,962 km square. Bihar, 143,961 km square. Rajasthan, 112,490 km square. West Bengal, 71,485 km square. Haryana, 34,341 km square. Himachal Pradesh, 4,317 km square. Delhi, 1,484 km square. And the wall of Bangladesh, Nepal and Bhutan. The Ganga basin is a part of the composite GBM basin, which drains an area of 108630 km square. Its catchment lies in the states of Uttar Pradesh, 294,364 km square. Madhya Pradesh, 198,962 km square. Bihar, 143,961 km square. Rajasthan, 112,490 km square. Rajasthan, 119,490 km square. West Bengal, 71,485 km square. West Bengal, 71,485 km square. Haryana, 34,341 km square. Himachal Pradesh, 4,370 km square. Delhi, 1,484 km square. And the wall of Bangladesh, Nepal and Bhutan. It traverses through Uttarakhand, Uttar Pradesh, Bihar, West Bengal. Below Raghmahal Hills, the Bhagirathi, which used to be the main course in the past, takes off where the Padma continues eastwards and enters Bangladesh. The basin lies in China, Nepal, India and Bangladesh. It is bounded on the north by the Himalayas, on the west by the Aravalli, as well as the ridges separating it from Indus Basin, on the south by the Vindhyas and Chota Nagpur Plateau, and on the east by the Brahmaputra Ridge. Brahmaputra, 2,900 km. Within Indian territory, the Sunabsri, Brahmaputra, 2,900 km. Within Indian territory, the Sunabsiri, Jia, Bareilly, Bansiri, Rudimeri, Pagaldia and the Manas. The Brahmaputra in Bangladesh receives the flow of Tista, etc. and finally falls into Ganga. Brahmaputra, 2,900 km. Within Indian territory, the Sunabsiri, Jia Bareilly,
Bensiri, Rudimari, Pagaldiya, and the Manas. The Brahmaputra in Bangladesh receives the flow of Tista, etc., and finally falls into Ganga. The Brahmaputra is one of the world's largest rivers within the drainage area of 518,000 km², 50.5% in China, 33.6% in India, 8.1% in Bangladesh, and 7.8% in Bhutan. In India, its basin is shared by Arunachal Pradesh, 41.9%, Assam, 36.3%, Meghalaya, 6.1%, Nagaland, 5.6%, Sikkim, 3.8%, and West Bengal, 6.3%. The Brahmaputra is one of the world's largest rivers within a drainage area of 580,000 km², 50.5% in China, 33.6% in India, 8.1% in Bangladesh, and 7.8% in Bhutan. In India, its basin is shared by Arunachal Pradesh, 41.9%, Assam, 36.3%, Meghalaya, 6.1%, Nagaland, 5.6%, Sikkim, 3.8%, and West Bengal, 6.3%. Brahmaputra rises in Tibet, where it is known as Tsangpo, and runs along distance till it crosses over into India in Arunachal Pradesh under the name Dihang near Pasighat. The Dibang and the Rohit join the river Brahmaputra, and the combined river runs all along the Assam in a narrow valley. It crosses into Bangladesh downstream of Dhubri. Meghna 950 km. Maku Trang, Tuibai, Jidis, Sonai, Rukini, Katakal, Daleswari, Lagachini, Madwa, and Jatinga. Meghna 950 km. Maku, Terang, Tuibai, Jidi, Sonai, Rukini, Katakal, Daleswari, Langachini, Madwa, and Jatinga. The Barak River, the head stream of Meghna, rises in the hills in Manipur. Barak continues in Bangladesh till the combined Ganga Brahmaputra join it near Bhairab Bazar. Meghna 950 km. Maku, Terang, Tuibai, Jidi, Sonai, Rukini, Katakal, Daleswari, Lagachini, Madwa, and Jatinga. The Barak River, the head stream of Meghna, rises in the hills in Manipur. Barak continues in Bangladesh till the combined Ganga Brahmaputra join it near Bhairab Bazar. Note: the sacred Ganga is the longest river in the country. The 2,688 km Brahmaputra is longer than the Ganga, but only a third of the river passes through India. Note: the sacred Ganga is the longest river in the country. The 2,688 km Brahmaputra is longer than the Ganga, but only a third of the river passes through India. അപ്പോൾ നമ്മൾ പറഞ്ഞ ടേബിൾ 3.9 ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഓഫ് ഇന്ത്യയാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്.
കാരണം ഭയങ്കര പ്രത്യേകതയുള്ള വേർഡ്സൊക്കെയാണ്. അതുപോലെ തന്നെ നമ്പർ പറഞ്ഞതിലൊക്കെ ഒരു പക്ഷേ തെറ്റുകൾ വരാം. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയണം. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ടേബിൾ 3.10 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. പിന്നെ ഈ രീതിയിലാണ് എന്താ പറയുക ടോപ്പിക്സ് കൊടുത്തേക്കുന്നത്. ടേബിൾ 3.11 മോർ അബൌട്ട് റിവേഴ്സ് ഓഫ് ഇന്ത്യ. ക്ലാരിറ്റിയൊക്കെ ദയവേദിട്ട് ക്ഷമിക്കുക. റിവർ ഗ്രൂപ്പ്, റിവർ സിസ്റ്റംസ്, റിവർ നെയിം ആൻഡ് ലെങ്ത്, ട്രിബ്യൂട്ടറീസ്, ബേസിൻ, റിമാർക്സ്. ടേബിൾ 3.11 മോർ അബൌട്ട് റിവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ആണ്. വെസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ്, ഇത് ബാലൻസ് ഭാഗമാണ്. ഇവിടെ അവസാനിക്കുകയാണ്. ടേബിൾ 3.10 ഇതിന് മുന്നുള്ളൊരു ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ളതിൻ്റെ താഴെ വരുന്ന കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെയാണ് വരുന്നത്. അത് ഈ ബുക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്റ്റൈല് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവിടെയാണ് വരുന്നത് അതിൻ്റെ ബാലൻസ് ഭാഗം. ടേബിൾ 3.10 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്ലനേഷൻ്റെ ബാലൻസ് ഭാഗം. പിന്നെ ലേക്സ് വരുന്നുണ്ട്. ലേക്സ് ഇമ്പോർട്ടൻ്റ് ലേക്സ് ഓഫ് ഇന്ത്യ, ക്ലൈമറ്റ്, ഇന്ത്യാസ് വൈഡ് റേഞ്ച് ഓഫ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്. ടോപ്പിക്സൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയിൽ, ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ടോപ്പിക്സൊക്കെ ഇതിൽ പ്രിൻറ്റിങ്ങിൽ അത്യാവശ്യം ഡിഫറെൻ്റ് വന്നിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അവസ്ഥയുണ്ട്. അതൊക്കെ ദയവേത് ക്ഷമിക്കണം. കുറേ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് വായിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്ക് സ്ക്രീനിലത് എന്താ പറയുക റീഡ് ചെയ്യുമ്പോൾ എന്തുമാത്രം നിങ്ങൾക്ക് താല്പര്യപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രിൻറ്റിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വീഡിയോയിൽ വാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സിൻ്റെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം എന്ന് ഒരിക്കൽ കൂടി പറയണം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെറ്റുകൾ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. കാര്യ രീതിയിൽ തന്നെ നമ്മൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിയാകുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക, ദയവേത് സഹകരിക്കുക. കാരണം എങ്ങനെയായാലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സാണ്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ലാസ്റ്റ് സെൻറ്റൻസൊക്കെ വീഡിയോയിൽ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഇതൊന്നും അല്ലാതെ വേറെ ഒരുപാട് വേർഡ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റൻസൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഏകദേശം ഒരു 4 മണിക്കൂർ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. 4 മണിക്കൂർ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദയവേത് ക്ഷമിക്കണം എന്ന് തന്നെ പറയാനാവുള്ളൂ. അത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റേഡിയോ ഫ്രീക്വൻസി നമ്മിത് ഒഴിവാക്കാൻ പരമാവധി ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് നിലവിലുള്ള മാർഗങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് റിസീവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് റിസീവർ ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കണേ.
ഒരുപക്ഷെ റിസീവർ നമ്മൾ കണക്ട് ചെയ്യായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സൗണ്ട് ഉണ്ടാവും വീഡിയോയിൽ. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ കാര്യവും നിങ്ങൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ദ പേഴ്സൺ CCT മാനുവൽ 2025 നമ്മുടെ സാധാരണ വീഡിയോസ്, പിന്നെ ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ്, പിന്നെ ദ പേഴ്സൺ CCT മാനുവൽ 2025 എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്പെഷ്യൽ ക്ലാസ്സസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ പേഴ്സൺ CCT മാനുവൽ 2023 വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾഡ് വീഡിയോസ് എന്നുള്ള രീതിയിലാണ് പരിഗണിക്കുന്നത്. ഫസ്റ്റ് ചെയ്തേക്കണ വീഡിയോസൊക്കെ ഏറ്റവും ആദ്യം ചെയ്തേക്കണ വീഡിയോസൊക്കെ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോസൊക്കെ ക്യാമറ മൂവ്മെൻറ്റിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഭയങ്കര സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആ വീഡിയോസൊക്കെ നമ്മൾ അധികം വൈകാതെ തന്നെ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. വീണ്ടും കുറേ വീഡിയോസ് നമ്മൾ ഗാലറി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി കുറേ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിട്ടത് നിൽക്കുകയാണ്. നമ്മൾ ടോപ്പിക്സ് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്, സാധാരണ രീതിയിൽ ചെയ്തു പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ബുക്കിനെ കുറിച്ചുള്ള ഫസ്റ്റ് സെക്ഷൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടൻസിലെ ഫസ്റ്റ് പാർട്ടൊക്കെ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സ് അത്ര വരെ എത്തിയിട്ടുണ്ട്. ഓൾഡ് വീഡിയോസ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ രാത്രിയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് 2-3 മണിക്കൂറൊക്കെ ഉള്ള 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ ഒക്കെ ഉള്ള വീഡിയോസ്, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറുള്ള വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. 12 മണിക്കൂർ ഉള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത്രയും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അത് ആഗ്രഹമുണ്ട്. എന്തായാലും 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 7 മണിക്കൂർ വരെ നമുക്ക് ഈ മൈക്ക് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റും, 6-7 മണിക്കൂർ വെച്ചൊക്കെ. എന്തായാലും ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് പോസ് ചെയ്താണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും സ്പീഡിൽ തന്നെ നമ്മൾ എല്ലാ വീഡിയോസും ചെയ്ത് അവസാനിപ്പിക്കും. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വാച്ച് ചെയ്യുന്നതും പ്രതീക്ഷിക്കുന്നു വീഡിയോസൊക്കെ. രാത്രി ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ CSCTക്ക് വേണ്ടി ഹെൽപ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് 1:30 നമ്മൾ വീഡിയോ തുടങ്ങിയതാണ് രാത്രി. ഇപ്പോൾ ഒരു 5:45 രാവിലെ. അപ്പോൾ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുകയാണ്. സ്വീറ്റ് ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്.